ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞാനിവിടെ ഇന്ന് എസ് ക്യു എല്ലിൻ്റെ ഒരു സീരീസ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, സോ എസ് ക്യു എൽ ഫോർ ഡാറ്റ അനലിറ്റിക്സിന് ജോബിന് വേണ്ട എസ് ക്യു എൽ മാത്രമാണ് കവർ ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ടോപ്പിക്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയും ഈ പറയുന്ന ടോപ്പിക്കൊക്കെ ഒരു ഇന്റർവ്യൂവിന് മാൻഡറ്ററി ആണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കുറച്ച് തിയറി പാർട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ എസ് ക്യു എൽ ഫങ്ഷൻസ്, കുറെ ഫങ്ഷൻസ് ഉണ്ട്, അതൊക്കെ കവർ ചെയ്യും. പിന്നെ പ്രോബ്ലം ചെയ്യും അവസാനം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡാറ്റാബേസ്? ഓക്കെ, സോ മലയാളത്തിൽ സിമ്പിളിൽ പറഞ്ഞ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഡാറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ്, ഒരു സ്ഥലമാണ് ഡാറ്റാബേസ്. ഓക്കെ, ആ ഡാറ്റ വേണേൽ നമുക്ക് ഏത് ഫോർമാറ്റ് വേണേലും ആവാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു JPG ഇമേജ് ആവാം, ഒരു PDF ആവാം, എന്ത് ഡാറ്റ വേണേലും ആവാം. ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഡാറ്റ രണ്ട് തരം ഡാറ്റ ഉണ്ട്. ഓക്കെ, സ്ട്രക്ചേർഡ് ഡാറ്റയും നോട്ട് സ്ട്രക്ചേർഡ് ഡാറ്റയും. ഓക്കെ, ഈ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസിലായിരിക്കും ആൻഡ് റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും. ഓക്കെ, സോ റോസ് ആൻഡ് കോളംസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡാറ്റയും സ്ട്രക്ചേർഡ് ഡാറ്റയാണ്. നോൺ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് വെച്ചാൽ ജേസൺ ഫയൽ. ഓക്കെ, ജേസൺ എന്ന് വെച്ചാൽ കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതൊക്കെ ജേസൺ ഫയൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ മെജോറിറ്റി കവർ ചെയ്യുന്നത് SQL മാത്രമാണ്. ബിക്കോസ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സിന് സ്ട്രക്ചേർഡ് ഡാറ്റ ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് SQL ഇമ്പോർട്ടന്റ്. സോ നമ്മൾ കവർ ചെയ്യുന്നത് SQL മാത്രമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ്. ഓക്കെ, സോ SQL കമാൻഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ DDL, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആൻഡ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് ഡാറ്റ അനലിറ്റിക്സിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് മാത്രമാണ്. ഇത് ജസ്റ്റ് ഒരു തിയറി പോലെ അറിഞ്ഞിരിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഓക്കെ, എന്താണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് നോക്കാം. ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ടേബിളിന്റെ സ്ട്രക്ചറിനെയും സ്കീമേനെയും ഡീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൾട്ടർ യൂസ് ചെയ്യുന്നത് എന്താണ്, എക്സിസ്റ്റിംഗ് ടേബിളിന് സ്കീമ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കോളം നെയിം മാറ്റാൻ വേണമെങ്കിൽ കോളം ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിലത്തെ എല്ലാ റോസിനെയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. റീനെയിം എന്ന് പറഞ്ഞാൽ കോളം നെയിം റീനെയിം ചെയ്യാം. സോ ബേസിക്കലി ടേബിൾ ആയിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതൊക്കെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് പെടുന്നതാണ്. ഓക്കെ, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ആ ടേബിളിനകത്ത് ഡാറ്റനെ ഡീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെയാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് പെടുന്നത്. ഓക്കെ, സെലക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിലത്തെ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇൻസെർട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇത് ഗ്രാൻഡ് ആൻഡ് റിവോക്ക് കമാൻഡ്സ് ആണ് ഇതിൽ പെടുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ആരാണ് ഇപ്പൊ ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ അതിൽ ടേബിൾ ആയി, നെക്സ്റ്റില് ടേബിളിൽ വാല്യൂസ് ആയി, നെക്സ്റ്റ് ഈ ടേബിളിലെ വാല്യൂസിനെ ആർക്കൊക്കെ അത് കാണാൻ പറ്റും, ആർക്കൊക്കെ അതിന് എടുക്കാനുള്ള അക്സസ് ഉണ്ട് എന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂസറിനെ നമ്മൾക്ക് അത് എടുക്കാൻ, റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എന്താ പെർമിഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കുന്നതാണ്. റിവോക്ക് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പെർമിഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് TCL, ട്രാൻസാക്ഷൻ കൺട്രോൾ ആണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബേസിക്കലി ഇതിൽ നമുക്ക് ഡാറ്റ അനലിറ്റിക്സിന് പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന DML, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് മാത്രമാണ്. ബാക്കിയൊക്കെ ഇങ്ങനെ തിയറി ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് മാനേജസ് ട്രാൻസാക്ഷൻ ഇൻ ഡാറ്റാബേസ്. അതിൽ വരുന്നത് കമന്റ്സ്, റോൾ ബാക്ക്, സേവ് പോയിന്റ് ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് കീസ് ഇൻ SQL. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൈമറി കീ, എന്താണ് ഫോറിൻ കീ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്താണ് സൂപ്പർ കീ. സൂപ്പർ കീ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യൂണിക്കലി ഐഡന്റിഫൈ ഈച്ച് റോ. ഓക്കെ, ബേസിക്കലി ടേബിളിൽ കുറെ റോസ് ഉണ്ടാവില്ലേ, അതിൽ ഓരോ റോനെയും നമ്മൾ യുണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ലൈക്ക് യൂസ് ചെയ്യുന്ന, ഐ മീൻ മേ ബി ഒരു കോളം വെച്ചിട്ടായിരിക്കാം, മേ ബി മോർ ദാൻ വൺ കോളം ആയിരിക്കാം. സോ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിനായിരുന്നു സൂപ്പർ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ
റോൾ നമ്പർ ഉണ്ടാവില്ലേ, ഓരോ റോൾ നമ്പർ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി അതൊരു സൂപ്പർ കീ ആണ്. പ്ലസ് നമുക്ക് റോൾ നമ്പറും നെയിമും വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാലോ, ഒരാളെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാലോ. അപ്പൊ അത് നമുക്ക് അതും സൂപ്പർ കീ ആണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ്, റോൾ നമ്പർ പ്ലസ് നെയിമും ഒരു സൂപ്പർ കീ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, റോൾ നമ്പർ പ്ലസ് നെയിം പ്ലസ് അഡ്രസ്സും വെച്ചിട്ട് നമുക്ക് ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യാം. സോ അതും ഒരു സൂപ്പർ കീ ആണ്. ഓക്കെ, കാൻഡിഡേറ്റ് കീ എന്ന് വെച്ചാൽ എ മിനിമൽ സൂപ്പർ കീ വിത്ത് നോ അൺനെസസറി ആട്രിബ്യൂട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ റോൾ നമ്പർ വെച്ചിട്ടും നെയിം വെച്ചിട്ടും നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോ എന്താണ്, ആ റോൾ നമ്പർ വെച്ചിട്ട് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. അപ്പൊ അതിൽ മിനിമം കോളം മാത്രം എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതാണ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, ഈ ഡെഫിനിഷൻ ഒക്കെ എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചു നോക്കുക. അപ്പൊ ഇന്റർവ്യൂവിന് ഡെഫിനിഷൻ ഇങ്ങനെ കറക്റ്റ് പറയുമ്പോൾ ഇംപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈമറി കീ എന്ന് പറഞ്ഞാല് ഈ കാൻഡിഡേറ്റ് കീ കുറെ ഉണ്ടാവും അല്ലെ, അതിൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യും അല്ലെ, ആ ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് പ്രൈമറി കീ. ആ സെലക്ട് ചെയ്തിട്ട് ബാക്കി റിമൈനിങ് കാൻഡിഡേറ്റ് കീ ആണ് ആൾട്ടർനേറ്റ് കീ. ഓക്കെ, ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു കോളം വേറെ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കണം. അതാണ് ഫോറിൻ കീ. ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഫോറിൻ കീ ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നോക്കാം. ഓക്കെ, കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞാൽ ടു ഓർ മോർ കോളം, രണ്ടോ അതിലധികമോ കോളം വെച്ചിട്ട് നമ്മൾ യുണീക്ക്ലി ഒരു റോനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോമ്പോസിറ്റ് കീ ആയിട്ട് വരാം. ഓക്കെ, ഇത് ഇത്രയാണ് ബേസിക് തിയറി. ഇത് ഈ ഡെഫിനിഷൻ ഒക്കെ ഉള്ളത് ഞാൻ ഒരു ഡോക്യുമെന്റ് ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. സോ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചാൽ ബെറ്റർ ആണ് ഇന്റർവ്യൂവിന്. ഇത് തിയറി പാർട്ടാണ്. നെക്സ്റ്റിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങും.